ഇന്ന് നമ്മളിവിടെ റീക്രിയേഷൻ ചെയ്യാൻ പോകുന്ന മത്സരം ബ്രസീലും ക്രൊയേഷ്യയും ഏറ്റുമുട്ടിയ 4 വർഷങ്ങൾക്ക് മുമ്പ് ഖത്തറിൻ്റെ മണ്ണിൽ അരങ്ങേറിയ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ്. ഏറ്റുമുട്ടുന്ന രണ്ട് ടീമുകളും തുല്യ ശക്തികൾ തന്നെയായിരുന്നു. ബ്രസീലും ക്രൊയേഷ്യയും നേർക്കുനേറി ഏറ്റുമുട്ടുന്ന ആ മത്സരത്തിൻ്റെ ആവേശം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ്. ഇരു ടീമുകളും മത്സരത്തിലെ വിജയം മാത്രം ലക്ഷ്യം കണ്ടുകൊണ്ടാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പ് 2018 ഒരു കയ്യകലെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട കിരീടത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയായിരുന്നു ക്രൊയേഷ്യയുടെ പടയോട്ടം. മറുഭാഗത്ത് ബ്രസീലാണെങ്കിലോ നെയ്മർക്ക് കീഴിൽ ചരിത്രങ്ങൾ തീർക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെ വെറും വശ്യം ഒരുപോലെ നിറഞ്ഞാടിയ മത്സരം ക്രൊയേഷ്യയുടെ ടച്ചോടെ കളി ആരംഭിക്കുകയാണ്. കളി ആരംഭിച്ചതും ഇരു ടീമുകളും ശക്തമായി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മത്സരത്തിൻ്റെ തുടക്കത്തിൽ വിനീഷ്യസ് ജൂനിയർ ബോളുമായി വന്ന് മികച്ചൊരു ലോങ് റേഞ്ച് ഷോട്ട് എടുക്കുന്നത് കാണാം. പക്ഷേ ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ വളരെ മികച്ച രീതിയിൽ തന്നെ അത് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. ഇവിടെ ക്രൊയേഷ്യൻ താരത്തിൽ നിന്നും ഒരു മികച്ച ക്രോസ് ബ്രസീൽ പോസ്റ്റിലേക്ക് വരുന്നു. അത് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ ക്രൊയേഷ്യൻ താരം ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ബ്രസീൽ ഡിഫൻഡർ മികച്ചൊരു ഹെഡറിലൂടെ അത് ക്ലിയർ ചെയ്തു ഒഴിവാക്കുന്നു. വീണ്ടും ഇവിടെ ക്രൊയേഷ്യ തന്നെയാണ്. ക്രൊയേഷ്യൻ താരമായ മോഡ്രിച്ച് ബോളുമായി വന്ന് ഒരു ക്രോസ് നൽകുന്നു. പക്ഷെ അതും ബ്രസീൽ ഡിഫൻഡർമാർ മികച്ച രീതിയിൽ തന്നെ തടഞ്ഞു ഒഴിവാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് ഇവിടെ ബ്രസീലിന്റെ ഒരു മുന്നേറ്റം കാണാം. പക്ഷേ അതൊന്നും ലക്ഷ്യം കാണുന്നില്ല. ഇവിടെ ബ്രസീലിന്റെ ഒരു മുന്നേറ്റം കാണാം. വിനീഷ്യസ് ജൂനിയർ ബോളുമായി വന്ന് റിച്ചാർലിസണിലേക്ക്, അവിടെ നിന്നും വീണ്ടും വിനീഷ്യസിലേക്ക് തന്നെ. വിനീഷ്യസ് ഒരു ഷോട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അത് ക്രൊയേഷ്യൻ ഡിഫൻഡർ ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ നെയ്മർ ബോളുമായി വന്ന് ക്രൊയേഷ്യൻ പോസ്റ്റിലേക്ക് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നേറുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഷോട്ട് എടുക്കുന്നു. പക്ഷെ അത് ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. വീണ്ടും നെയ്മർ വിനീഷ്യസിലേക്ക് ഒരു പന്ത് നൽകുന്നു. പക്ഷേ അയാൾക്ക് അത് എടുക്കാൻ കഴിയുന്നില്ല. തുടർന്ന് ഇവിടെ ക്രൊയേഷ്യൻ താരത്തിൻ്റെ മികച്ചൊരു ലോങ് റേഞ്ചർ നമുക്ക് കാണാം. പക്ഷേ അതൊന്നും ലക്ഷ്യം കാണുന്നില്ല. ആവേശകരമായ മത്സരത്തിൽ ഇരു ടീമുകളും ശക്തമായി തന്നെ ഒരുപാട് ആക്രമണങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാം. പക്ഷേ ഇരു ടീമുകൾക്കും ഒന്നുപോലും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. മത്സരം ഇപ്പോഴും 0-0 എന്ന സ്കോറിൽ സമനിലയിൽ തന്നെയാണ്. ഇവിടെ വിനീഷ്യസ് ജൂനിയറിനെ ക്രൊയേഷ്യൻ താരങ്ങൾ ഫൗൾ ചെയ്തതിൻ്റെ പേരിൽ ബ്രസീലിന് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. കിക്ക് എടുക്കുന്നത് സാക്ഷാൽ നെയ്മർ തന്നെ. നെയ്മറിൻ്റെ മികച്ചൊരു കിക്ക്. പക്ഷെ അതും ഗോൾ കീപ്പറിൻ്റെ കൈപ്പിടിയിലേക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ ബ്രസീൽ താരമായ എഡർ മിലിറ്റാവോയിൽ നിന്നും ഒരു ക്രോസ് വരുന്നു. അത് ക്രൊയേഷ്യൻ ഡിഫൻഡറിൻ്റെ കാലിൽ തട്ടിക്കൊണ്ട് ഒരു സെൽഫ് ഗോളിലേക്ക് പോകുകയായിരുന്നു. എന്നാൽ അവിടെ ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ അവർക്ക് രക്ഷകനായി അവതരിക്കുന്നു. അവിടം കൊണ്ട് നിർത്തുന്നില്ല. ഇവിടെ നെയ്മർ ജൂനിയറിൻ്റെ മികച്ചൊരു ഷോട്ട്. പക്ഷെ അത് ക്രൊയേഷ്യൻ ഡിഫൻഡർമാർ തടഞ്ഞിടുന്നത്. അത് ലഭിക്കുന്നതാണെങ്കിലോ വിനീഷ്യസിലേക്ക്. വിനീഷ്യസും ഗോൾ കീപ്പറും മാത്രമുള്ള സിറ്റുവേഷൻ. അയാൾ മികച്ചൊരു ഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. മത്സരത്തിൽ ബ്രസീലിൻ്റെ മുന്നേറ്റ നിര മികച്ച രീതിയിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ബ്രസീലിന്റെ വില്ലനായി നിൽക്കുന്നത് ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ തന്നെയാണ്. ഗോളെന്നുറപ്പിച്ച പല സിറ്റുവേഷനുകളെയും മികച്ച രീതിയിൽ തന്നെ ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ തടഞ്ഞിടുന്നത് നമുക്ക് കാണാം. റിച്ചാർലിസണിൽ നിന്നും നെയ്മറിലേക്ക് നെയ്മറിന്റെ മികച്ചൊരു ഷോട്ട്. എന്നാൽ അവിടെയും നെയ്മറിനും ബ്രസീലിനും വില്ലനാകുന്നത് ആ ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ തന്നെ. അയാൾ അതും തടഞ്ഞിടുന്നു. ഇവിടെ വീണ്ടും ബ്രസീൽ താരത്തിന്റെ മികച്ചൊരു മുന്നേറ്റം. അഗൈൻ അതെ, ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ അവിടെയും ക്രൊയേഷ്യക്ക് രക്ഷകനായി അവതരിക്കുന്നു. അയാൾ അതും സേവ് ചെയ്ത് ഒഴിവാക്കുന്നു. തുടർന്ന് ബ്രസീലിന് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ലക്ഷ്യം കാണുന്നില്ല. വീണ്ടും ഇവിടെ നെയ്മറിനെ തേടിക്കൊണ്ടൊരു ത്രൂ ബോൾ വരുന്നു. അതോടൊപ്പം നെയ്മറിന്റെ മികച്ചൊരു ഷോട്ട്. പക്ഷേ നിർഭാഗ്യം എന്നോണം അതും ലക്ഷ്യം കാണുന്നില്ല. മത്സരം ആരംഭിച്ചതും നെയ്മർ ഒരുപാട് മുന്നേറ്റങ്ങൾ ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്നോണം അതൊന്നും അയാൾക്ക് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ആന്റണിയിൽ നിന്നും മികച്ചൊരു ലോങ് റേഞ്ച് കാണാം. ക്രൊയേഷ്യൻ ഗോൾ കീപ്പർ അതും തന്റെ കൈപ്പിടിയിൽ ഒതുക്കുമ്പോൾ ആ മത്സരത്തിന്റെ 90 മിനിറ്റുകളും അവസാനിക്കുകയാണ്. ഇനി മത്സരത്തിന്റെ എക്സ്ട്രാ ടൈം. അതെ, ബ്രസീലിന്റെ ടച്ചോടെ കളി ആരംഭിക്കുന്നു. കളി ആരംഭിച്ചതും മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലെ ആ ചൂട് നമ്മളിലേക്കും വരികയാണ്. മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന ചോദ്യം വായുവിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇരു ടീമുകളും ശക്തമായി തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത രണ്ട് ടീമുകൾ തന്നെ നേർക്കുനേറിയേറ്റുമുട്ടുമ്പോൾ മത്സരത്തിന്റെ ആവേശം വീണ്ടും വർദ്ധിക്കുകയായിരുന്നു. മത്സരം അങ്ങനെ എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതി അവസാനിക്കാൻ പോവുകയാണ്. എക്സ്ട്രാ ടൈമിന്റെ 105 മിനിറ്റുകൾ കഴിഞ്ഞ് ഇനി ഇഞ്ചുറി ടൈമിലേക്ക് മത്സരം നീങ്ങുമ്പോൾ ഇവിടെ ബ്രസീലിന്റെ മികച്ചൊരു മുന്നേറ്റം നമുക്ക് കാണാം. അതെ, ആ നിമിഷത്തിലുണ്ടായ ബ്രസീൽ ആരാധകന്റെയും നെയ്മർ ആരാധകന്റെയും ആവേശത്തെയൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയായിരുന്നു.
നെയ്മറിലൂടെ തന്നെയാണ് ആരംഭം. നെയ്മറിൽ നിന്നും ബ്രസീൽ താരത്തിലേക്ക്, അവിടെ നിന്നും വീണ്ടും നെയ്മറിലേക്ക് തന്നെ, പിന്നീട് അത് ലുക്കാസ് പെക്വേറ്റയിലേക്ക്. ലുക്കാസ് പെക്വേറ്റ നെയ്മറിന് വേണ്ടി ബോൾ നൽകുന്നു. നെയ്മർ പന്തെടുത്തുകൊണ്ട് ക്രൊയേഷ്യൻ ഗോൾ കീപ്പറെയും ക്രൊയേഷ്യൻ ഡിഫൻഡർമാരെയും തകർത്തുകൊണ്ട് മികച്ചൊരു ഷോട്ട് എടുത്ത് അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. ബ്രസീൽ ആരാധകരെയും നെയ്മർ ആരാധകരെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷമായിരുന്നു അത്. മത്സരം ആരംഭിച്ചത് മുതൽ നെയ്മറിലൂടെയും ബ്രസീൽ ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പോലും അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിന്റെ നിമിഷങ്ങൾ അവസാനിക്കാൻ നിൽക്കെ ഇതാ ബ്രസീലിന് വേണ്ടി അവരുടെ നായകൻ, അവരുടെ സുൽത്താൻ തന്നെ ലക്ഷ്യം കണ്ടിരിക്കുന്നു. അതെ, അതും ക്രൊയേഷ്യൻ ഗോൾ കീപ്പറെ മറികടന്നുകൊണ്ട് അയാൾ ആ ഷോട്ട് എടുത്തപ്പോൾ അവിടെ പിറന്നത് ചരിത്രം തന്നെയായിരുന്നു. 2026 വേൾഡ് കപ്പിന് വേണ്ടി ബ്രസീൽ ടീമിൽ നെയ്മറിനെ എടുത്തപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ച വിമർശകർക്ക് ഈ മത്സരം മാത്രം കണ്ടാൽ മതി നെയ്മർ ആരാണെന്നും എന്താണെന്നും അറിയാൻ. അതുകൊണ്ടൊന്നും ആവേശകരമായ മത്സരത്തിന്റെ ആവേശം ഒട്ടും കുറയുന്നില്ല. വീണ്ടും മത്സരം ആവേശത്തോടെ തന്നെ ആരംഭിക്കുകയാണ്. ക്രൊയേഷ്യ മത്സരത്തിലേക്ക് തിരികെ വരാൻ ഒരുപാട് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അവർക്കറിയാം ഇതവർക്ക് കിട്ടിയ ഒരു സുവർണ അവസരമാണ്. ഇതവിടെ നഷ്ടപ്പെടുത്തിയാൽ അവർക്ക് 4 വർഷം അവരുടെ സ്വപ്നം എല്ലാം നഷ്ടപ്പെടുമെന്ന്. അതുകൊണ്ട് തന്നെ ആ കിരീടമോഹവുമായി തന്നെ ക്രൊയേഷ്യ വീണ്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. മത്സരത്തിന്റെ 117-ാം മിനിറ്റിൽ ക്രൊയേഷ്യൻ താരമായ ബ്രൂണോ പെറ്റുകോവിച്ച് ലക്ഷ്യം കാണുന്നു. അതെ, ബ്രസീൽ ആരാധകരെ ഒന്നടക്കം നിരാശപ്പെടുത്തുന്ന ഒരു നിമിഷമായിരുന്നു അത്. മറുഭാഗത്ത് ക്രൊയേഷ്യൻ ആരാധകരെ ഒരുപോലെ രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം. അതെ, മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിൽ ബ്രസീൽ ഗോൾ നേടിയപ്പോൾ ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് വിചാരിച്ച് ക്രൊയേഷ്യൻ ആരാധകരെല്ലാവരും തലകുനിച്ച് നിൽക്കുമ്പോൾ ക്രൊയേഷ്യൻ ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിലേക്ക് ഇതാ ക്രൊയേഷ്യ തിരികെ വന്നിരിക്കുന്നു. ഓരോ ആരാധകരെയും ആവേശപ്പെടുത്തിക്കൊണ്ട് മത്സരം അത് അതിൻ്റെ ഏറ്റവും ആവേശകരമായ നിമിഷങ്ങളിലേക്ക് കടക്കുന്നു. പിന്നീട് നടന്നതൊക്കെ ബ്രസീൽ ആരാധകർ ഇന്നും ഓർക്കുമ്പോൾ ബ്രസീൽ ആരാധകരുടെ ഹൃദയം തകർക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. അതെ, മത്സരം അങ്ങനെ വീണ്ടും അതിൻ്റെ അവസാന നിമിഷങ്ങളിൽ ആവേശത്തോടെ തന്നെ മുൻപോട്ട് കുതിക്കുന്നുണ്ടെങ്കിൽ പോലും ഇരു ടീമുകൾക്കും പിന്നീട് ലക്ഷ്യം കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ആവേശകരമായ മത്സരം അവസാനിക്കുമ്പോൾ 1-1 എന്ന സ്കോറിൽ മത്സരം സമനിലയിലാണ് അവസാനിക്കുന്നത്. പിന്നീട് മത്സരം പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് കടക്കുന്നു. മത്സരത്തിലെ വിജയികളെ കാണാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഫുട്ബോൾ ആരാധകരെല്ലാവരും ആ ഗ്രൗണ്ടിലേക്ക് ഉറ്റുനോക്കുന്നു. ബ്രസീൽ താരമായ റോഡ്രിഗോയുടെ ഷോട്ട് പിയക്കുന്നതോടെ ബ്രസീൽ ആരാധകരുടെ ഹൃദയം മുഴുവൻ തകരുന്നു. ക്രൊയേഷ്യൻ താരത്തിന്റെ ഷോട്ട് അലിസൺ ബക്കറിന് തടഞ്ഞിടാൻ കഴിയുന്നില്ല. അയാൾ അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് അതിന് കഴിയാതെ വരിക തന്നെയാണ്. പിന്നീട് ലുക്കാ മോഡ്രിച്ചും ലക്ഷ്യം കാണുമ്പോൾ ബ്രസീൽ ആരാധകരുടെ പ്രതീക്ഷകൾ പതുക്കെ പതുക്കെ കുറയുകയായിരുന്നു. വീണ്ടും ക്രൊയേഷ്യ ലക്ഷ്യത്തേക്ക് എത്തിക്കുമ്പോൾ മത്സരം അങ്ങനെ അതിന്റെ ഏറ്റവും ആവേശ നിമിഷങ്ങളിലേക്ക് എത്തുന്നു. പിന്നീട് ബ്രസീലിന് വേണ്ടി കിക്കെടുക്കാൻ വരുന്നത് മാർക്കിന്യോസ് ആണ്. ഗോൾ കീപ്പർ ഡൈവ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരുന്നു അയാളുടെ ഷോട്ട്. പക്ഷേ നിർഭാഗ്യം തന്നെ അത് പോസ്റ്റിൽ തട്ടി തിരികെ വരുന്നു. ഒരു നിമിഷത്തേക്ക് ബ്രസീൽ ആരാധകരെ ഒന്നടക്കം ഗ്രൗണ്ടിൽ മുട്ടുകുത്തുന്ന നിമിഷം. അതെ, ബ്രസീൽ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ആ മത്സരത്തിൽ ബ്രസീൽ തോൽക്കുന്നു. അതെ, ഫുട്ബോൾ ആരാധകരെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ആ മത്സരത്തിൽ ചരിത്രങ്ങൾ തീർത്തുകൊണ്ട് ക്രൊയേഷ്യ വിജയിക്കുകയാണ്. അങ്ങനെ ക്രൊയേഷ്യ സെമി ഫൈനലിലേക്ക് കടക്കുന്നു. മറുഭാഗത്ത് ബ്രസീലിന്റെ അവസ്ഥ നിരാശയായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളുമായി വന്നതായിരുന്നു. മത്സരത്തിൽ ആദ്യ ഗോൾ നെയ്മറിലൂടെ നേടിയപ്പോൾ അവരുടെ പ്രതീക്ഷകൾ വാനോളം ഉയർന്നതുമാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് തന്നെ അവർക്ക് ആ മത്സരത്തിൽ തോൽവി തന്നെയാണ് ലഭിക്കുന്നത്. മത്സരശേഷം നെയ്മറിന്റെ കണ്ണീര് ഇന്നും ഫുട്ബോൾ ആരാധകർക്ക് മറക്കാൻ കഴിയാത്തത് തന്നെയാണ്. അന്ന് അവിടെ വീണ കണ്ണീരിന് ഇന്ന് മറുപടി നൽകണം. 2026 വേൾഡ് കപ്പിനൊടുക്കം ഇങ്ങനെയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.